Hi guys, welcome back to PRIMA'S Academy Rules. നമ്മൾ spbakshi റൂൾസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ വേർബ്സിൻ്റെ റൂൾസ് നമ്മൾ നോക്കുന്നത്. അതിൽ 6th റൂള് വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇനി 7th റൂളിലോട്ടാണ് പോകാൻ പോകുന്നത്. നൗൺസിൻ്റെ റൂൾസ് ഓൾറെഡി ക്ലാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. റൂൾ നമ്പർ 7. The inverted form of verb is used in the following cases. അതായത് വേർബിൻ്റെ ഇൻവേർട്ടഡ് ഫോം അത് ഈ കേസുകളിലാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയാ, സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വേർബ് വരുമ്പോഴാണ് സെൻറ്റൻസ് ആവുന്നത്. അതായത് ദിസ് ഈസ് എ ബാഗ് എന്ന് പറയുമ്പം ദിസ് അവിടെ സബ്ജക്റ്റ്, ഈസ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബ് വരുന്നത്, പിന്നെ പ്ലസ് ഒബ്ജക്റ്റ്. ഇങ്ങനെയാണല്ലോ സാധാ സെൻറ്റൻസ് വരുന്നത്. ബാഗ്, എ ബാഗ്. അപ്പം ഇൻവേർട്ടഡ് വേർബ് എന്ന് പറയുമ്പം ഈ ഹെൽപ്പിംഗ് വേർബ് ഇവിടെ വരും, സബ്ജക്റ്റിൻ്റെ മുന്നേ വരും. അപ്പം ഈസ് ദിസ് എ ബാഗ് എന്ന് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് കിട്ടും. അതായത് ക്വസ്റ്റ്യൻ കിട്ടും. അപ്പം ക്വസ്റ്റ്യൻ സെൻറ്റൻസസിന് ശരിക്കും ഇങ്ങനെ ഇൻവേർട്ടഡ് ഫോം ഓഫ് വേർബ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇൻവേർട്ടഡ് ഫോം ഓഫ് വേർബ് യൂസ് ചെയ്യാറുണ്ടല്ലോ ക്വസ്റ്റ്യൻ സെൻറ്റൻസസിന്. ഇനി ഇത് കൂടാതെ കണ്ടീഷണൽ സെൻറ്റൻസ് നമ്മൾ ഓൾറെഡി പ്ലിൻറ്റ് പാരാമൗണ്ട് കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡായിട്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, ഞാൻ കൊടുത്തേക്കാം ലിങ്ക്. അപ്പം കണ്ടീഷണൽ സെൻറ്റൻസിനകത്തും ഇൻവേർട്ടഡ് സെൻറ്റൻസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഹാഡ് ഐ വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാഡ് ഐ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ കണ്ടീഷണൽ സെൻറ്റൻസസ് വരും. ഓക്കെ, അപ്പം അത് പോയി നോക്കിയാൽ മതി. അപ്പം ഇതിവിടെ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു നോർമൽ സെൻറ്റൻസസിൽ ഏതൊക്കെ കേസിലാണ് ഇൻവേർട്ടഡ് ഫോം ഓഫ് വേർബ് വരുന്നത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. When the sentence is introduced by adverb, അതായത് ഒരു സെൻറ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്തുകൊണ്ട് ആഡ്വേർബ് കൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കേസിൽ ഇൻവേർട്ടഡ് ഫോം ഓഫ് വേർബ് വരുമെന്നാണ് പറയുന്നത്. വെൻ ദ വേർബ് ഈസ് മെന്റ് ടു എക്സ്പ്രസ് എ വിഷ് ഓർ പ്രയർ, അതായത് ഒരു വിഷോ അല്ലെങ്കിൽ പ്രയറോ പറയാനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ സെൻറ്റൻസിന് അങ്ങനത്തുള്ള കേസിലും വേർബ് എന്ത് വരും, ഇൻവേർട്ടഡ് ഫോം ഓഫ് വേർബ് വരുമെന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കാം നമുക്ക് എക്സാമ്പിൾസിലൂടെ. അപ്പം നോക്കാം എക്സാമ്പിൾസ്. So quickly did she finish her work that we were surprised. So quickly എന്ന് പറയുന്നത് എന്താ, ഒരു ആഡ്വേർബാ. അപ്പം ഡിഡ് ഷീ ഫിനിഷ് എന്നാണ് വന്നേക്കുന്നത്. സോ ക്വിക്കലി ഷീ ഡിഡ് ഫിനിഷ് അല്ലെങ്കിൽ ഷീ ഫിനിഷ്ഡ് എന്നല്ല വന്നേക്കുന്നത്. ഇവിടെ ഡിഡ്, അതായത് ഹെൽപ്പിംഗ് വേർബ് ആദ്യമേ വന്നു. ഹെൽപ്പിംഗ് വേർബ് പ്ലസ് ഷീയാ വന്നത്, അതായത് സബ്ജക്റ്റ്. അപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് കേസ് അല്ലേ. അപ്പം ആഡ്വേർബ് അല്ലേ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ്. അങ്ങനത്തെ കേസിൽ അപ്പം ഇൻവേർട്ടഡ് ഫോം ഓഫ് വേർബ് വന്നു. ഇനി അടുത്ത കേസ് നോക്കാം. മേ യു സക്സീഡ് ഇൻ ലൈഫ്. ഇതെന്താ, ഒരു വിഷ് ആണ്. അപ്പം യു മേ സക്സീഡ് ഇൻ ലൈഫ് എന്നായിരുന്നു വരേണ്ടത്. സെന്റൻസ് അത് പറയുമ്പോൾ യു മേ എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത്, സബ്ജക്റ്റ് പ്ലസ് വേർബ് അല്ലേ. പക്ഷെ ഇവിടെ വേർബ് മുന്നേ വന്നു, സബ്ജക്റ്റിന് മുന്നേ. അതും ഇൻവേർട്ടഡ് ഫോം ഓഫ് വേർബാ. അപ്പൊ ഇവിടെ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഒരു വിഷ് ആണ് പറയുന്നത്. സോ മേ യു സക്സീഡ് ഇൻ ലൈഫ് ഇൻവേർട്ടഡ് ഫോം ഓഫ് വേർബ് വരുന്നു. ഇനി അടുത്ത ഹാർഡ്ലി ഓർ സ്കോഴ്സ്ലി. ഹാഡ് ഐ റീച്ച്ഡ് ദ എയർപോർട്ട് വെൻ ദ പ്ലെയിൻ അറൈവ്ഡ്. ഹാഡ്ലി സ്കോഴ്സ്ലി വരുന്ന കേസിലും ഇൻവേർട്ടഡ് ഫോം ഓഫ് വേർബ് വരും. ഐ ഹാഡ് റീച്ച്ഡ് എന്നല്ല പറയുന്നത്, ഹാഡ് ഐ റീച്ച്, അതായത് വേർബ് മുന്നേ വരുന്നു, സബ്ജക്റ്റിന്റെ മുന്നേ. പിന്നെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഹാഡ്ലി ഓർ സ്കോഴ്സ്ലിയുടെ കൂടെ എപ്പോഴും വെന്നേ വരത്തുള്ളൂ. ഓക്കെ, അടുത്തത് നോ സൂണർ ഡിഡ് ഷീ അറൈവ് ദാൻ ഷീ സ്റ്റാർട്ടഡ് ലാഫിംഗ്. ഇവിടെ ഷീ അറൈവ്ഡ് എന്നല്ല പറയുന്നത്, ഡിഡ് ഷീ അറൈവ്, അതായത് സബ്ജക്റ്റിന്റെ മുന്നേ എന്ത് വരുന്നു, വേർബ് കയറി വരുന്നു. നോ സൂണർ കേസിൽ അപ്പൊ ഇൻവേർട്ടഡ് ഫോം ഓഫ് വേർബാ വരുന്നത്.
പിന്നെ വേറൊരു കാര്യം നോ സൂണറിൽ ദാനേ വരത്തുള്ളൂ. നോ സൂണർ, നോ അതർ, ഈ കേസിലൊക്കെ ദാൻ ആണ് വരുന്നത്. എന്നാൽ ഹാഡ്ലീസ് കേഴ്സലിയുടെ കൂടെ ദാൻ വരത്തില്ല. അത് മാറിപ്പോവാതിരിക്കാനായിട്ട് ഒരു കോഡ് പോലെ വേണമെങ്കിൽ നോ സൂണർ അതിൻ്റെ കൂടെ നോട്ട് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അതായത് നോ സൂണറിൻ്റെ ഇതും ദാൻ്റെ ടിയും എടുത്ത്, അപ്പം നോട്ട്, അതായത് നോ സൂണറിൻ്റെ കൂടെ ദാനാ വരുന്നത്. ഈ ഹാർഡ്ലി സ്കേഴ്സ്ലിയുടെ കൂടെ വെന്നുവാ വരുന്നത്. ഓക്കെ, ഇനി ഹാർഡ്ലിയുടെ കൂടെ സ്കേഴ്സ്ലി തന്നെ ആണോ എന്ന് അറിയാനായിട്ട് ഹാസ് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പം ഹാർഡ്ലി സ്കേഴ്സ്ലിയുടെ കൂടെ വെന്നും അതിൻ്റെ കൂടെ ഇൻവേർട്ടഡ് ഫോം ഓഫ് വേർബ് ആയിരിക്കണം വരുന്നത്. നോ സൂണറിൻ്റെ കൂടെയും ഇൻവേർട്ടഡ് ഫോം ഓഫ് വേർബ് ആയിരിക്കണം വരുന്നത്. നോ സൂണറിൻ്റെ കൂടെ എന്താ വരുന്നത്? ദാൻ ആയിരിക്കണം വരേണ്ടത്, വെൻ വരത്തില്ല. പിന്നെ ഒരു വിഷോ ഒരു പ്രയറോ പറയുമ്പോൾ ഇൻവേർട്ടഡ് ഫോം ഓഫ് വേർബ് വരണം റെഗുലർ സെന്റൻസ് കേസിൽ. ഇനി സോ ക്വിക്ക്ലി, അതായത് ആഡ്വേർബിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണെങ്കിലും ഇൻവേർട്ടഡ് ഫോം ഓഫ് വേർബ് ആയിരിക്കണം വരേണ്ടത്. അപ്പൊ ഇത്രയാണ് റൂളിൽ പറയുന്നത്. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് റൂളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.